മഴ തോർന്ന ഒരു വൈകുന്നേരം. പുറത്തു മരങ്ങളിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റുവീഴുന്ന ശബ്ദം മാത്രം. ബ്ലസൻ തന്റെ മുറിയിലിരുന്ന് മനോഹരമായ ഒരു മരപ്പാലം നിർമ്മിക്കുകയായിരുന്നു. ക്ലിക്ക് ക്ലിക്ക് എന്ന് മരക്കഷ്ണങ്ങൾ തമ്മിൽ മുട്ടുന്ന ശബ്ദം കേൾക്കാം. ഓരോ കഷ്ണവും വെക്കുമ്പോൾ അവൻ ശ്വാസമടക്കി പിടിച്ചു. ഇത് വീണുപോകുമോ? അവൻ സ്വയം ചോദിച്ചു. അവന്റെ കുഞ്ഞു കൈകൾ നേർത്ത പേടിയോടെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ജനലിലൂടെ വന്ന സുവർണ വെളിച്ചം അവന്റെ പണിതീരാത്ത പാലത്തിൽ തട്ടിമിന്നി. സോഫിയ മുറിയിലേക്ക് വന്നപ്പോൾ കണ്ടത് മുഖം കുനിച്ചിരിക്കുന്ന മകനെയാണ്. അവൾ സാവധാനം അവന്റെ അരികിലിരുന്നു. എന്താണ് ബ്ലസൻ ഇത്ര ആലോചന? അവൾ മൃദുവായി ചോദിച്ചു. അമ്മേ, ഞാനിത് പൂർത്തിയാക്കിയാലും ഇത് ഉറച്ചു നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല, അവൻ വിതുമ്പലോടെ പറഞ്ഞു. സോഫിയ അവനെ ചേർത്ത് പിടിച്ചു. മോനെ, നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. പണ്ട് പ്രക്ഷുബ്ധമായ കടലിനു മുകളിലൂടെ നടന്ന ഒരു മനുഷ്യന്റെ കഥ കേൾക്കണോ? ബ്ലസൻ കണ്ണുകൾ വിടർത്തി അമ്മയെ നോക്കി. സോഫിയ കഥ പറഞ്ഞു തുടങ്ങി. ഭാവനയിൽ ആ മുറി വലിയൊരു കടലായി മാറി. അന്ന് രാത്രി കടലിൽ വലിയ കാറ്റും മഴയും ഉണ്ടായിരുന്നു. ഹൂ എന്ന് വീശുന്ന കാറ്റിന്റെ ശബ്ദം. ശിഷ്യന്മാർ എല്ലാവരും പടകിലിരിക്കുകയായിരുന്നു. ഭീമാകാരമായ തിരമാലകൾ പടകിനെ അടിച്ചു തകർക്കാൻ നോക്കി. അന്ധകാരത്തിൽ അവർ ഭയന്നു വിറച്ചു. പെട്ടെന്നാണ് തിരമാലകൾക്കിടയിലൂടെ ഒരാൾ നടന്നുവരുന്നത് അവർ കണ്ടത്. അതൊരു ഭൂതമാണെന്ന് പറഞ്ഞ് അവർ പേടിച്ചു നിലവിളിച്ചു. എന്നാൽ അത് യേശുവായിരുന്നു. ഭയപ്പെടേണ്ട, ഞാനാണ് എന്ന് ആ കാറ്റിലും മഴയിലും ശാന്തമായ ഒരു സ്വരം കേട്ടു. അപ്പോൾ പത്രോസ് ചോദിച്ചു, കർത്താവേ, അങ്ങ് ആണെങ്കിൽ എന്നോടും വെള്ളത്തിനു മുകളിലൂടെ വരാൻ പറയൂ. യേശു അവനെ സ്നേഹത്തോടെ വിളിച്ചു, വരൂ. സോഫിയയുടെ വാക്കുകൾ ഒരു സിനിമ പോലെ ബ്ലസന്റെ മനസ്സിൽ തെളിഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് സാവധാനം കാലെടുത്ത് വെള്ളത്തിലേക്ക് വെച്ചു. അത്ഭുതം! അവന്റെ പാദങ്ങൾ താഴ്ന്നുപോയില്ല. പത്രോസ് യേശുവിൽ പൂർണ്ണമായി വിശ്വസിച്ചു. അവൻ വെള്ളത്തിനു മുകളിലൂടെ നടക്കാൻ തുടങ്ങി. കാറ്റിന്റെ ഇരമ്പലോ തിരമാലകളുടെ കരുത്തോ അവൻ അറിഞ്ഞില്ല. അവന്റെ കണ്ണുകൾ യേശുവിന്റെ കണ്ണുകളിൽ മാത്രമായിരുന്നു. അവന് പേടിയേ ഉണ്ടായിരുന്നില്ല. ബ്ലസൻ വിസ്മയത്തോടെ അമ്മയെ നോക്കി. അമ്മേ, പത്രോസിനൊട്ടും പേടിയായില്ലേ? അവൻ ചോദിച്ചു. സോഫിയ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തുടക്കത്തിൽ പത്രോസ് യേശുവിനെ മാത്രമാണ് നോക്കിയത്. എന്നാൽ പെട്ടെന്നവൻ ചുറ്റുമുള്ള വലിയ തിരമാലകളിലേക്ക് നോക്കി. കാറ്റിന്റെ ശബ്ദം അവനെ പേടിപ്പിച്ചു. ആ നിമിഷം അവന്റെ വിശ്വാസം കുറഞ്ഞു. അവൻ വെള്ളത്തിലേക്ക് താഴ്ന്നുപോയി. കർത്താവേ, എന്നെ രക്ഷിക്കണേ എന്ന് അവൻ വിളിച്ചുകൂവി. ആ നിമിഷം തന്നെ യേശു കൈനീട്ടി പത്രോസിനെ മുറുകെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന് യേശു സ്നേഹത്തോടെ ചോദിച്ചു. അവർ രണ്ടുപേരും പടകിൽ കയറിയപ്പോൾ കാറ്റ് പെട്ടെന്ന് ശാന്തമായി. കടൽ ഒരു കണ്ണാടി പോലെ മിനുസമുള്ളതായി. വിശ്വാസമുണ്ടെങ്കിൽ നമുക്കേത് വലിയ കൊടുങ്കാറ്റിനെയും നേരിടാം എന്ന് പത്രോസ് അന്ന് മനസ്സിലാക്കി. വിശ്വാസം എന്നത് ഇരുട്ടിലും വെളിച്ചം കാണുന്നതുപോലെയാണ് ബ്ലസൻ. നമ്മൾ തനിച്ചല്ലെന്നും ദൈവം നമ്മെ കാക്കുമെന്നും വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ധൈര്യം നിറയും. ആ ധൈര്യമാണ് ഏത് അസാധ്യമായ കാര്യവും ചെയ്യാൻ നിനക്ക് കരുത്തു നൽകുന്നത്. നിന്റെ ഈ പാലവും അങ്ങനെ വിശ്വസിച്ച് പണിതാൽ അത് ഉറപ്പുള്ളതാകും. സോഫിയ ബ്ലസന്റെ നെറ്റിയിൽ തലോടി. ബ്ലസൻ തന്റെ പണിതീരാത്ത പാലത്തിലേക്ക് നോക്കി. ഇപ്പോൾ അവന്റെ ഉള്ളിൽ ഭയത്തിനു പകരം ഒരു വലിയ വെളിച്ചം തോന്നി. അവൻ ഓരോ കട്ടകളും ആത്മവിശ്വാസത്തോടെ വെക്കാൻ തുടങ്ങി. ഓരോ തടിക്കഷ്ണവും വെക്കുമ്പോൾ അവൻ പത്രോസിനെ ഓർത്തു. എനിക്ക് വിശ്വാസമുണ്ടമ്മേ, ഈ പാലം ഒട്ടും വീഴില്ല, അവൻ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു. രാത്രിയായപ്പോൾ ആകാശം നിറയെ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങി. ബ്ലസൻ തന്റെ പൂർത്തിയായ മരപ്പാലം മേശപ്പുറത്ത് വെച്ചു. ഉറങ്ങാൻ കിടന്നപ്പോൾ അവൻ നക്ഷത്രങ്ങളെ നോക്കി മന്ത്രിച്ചു, ദൈവം കൂടെയുണ്ട്. സോഫിയ അവനെ പുതപ്പിച്ചു കിടത്തി നെറ്റിയിൽ ചുംബിച്ചു. മുറിയിലെ ചെറിയ വിളക്കിന്റെ വെളിച്ചത്തിൽ അവരുടെ നിഴലുകൾ ചുവരിൽ ഒരു വലിയ പെട്ടകം പോലെ തോന്നിപ്പിച്ചു. വിശ്വാസത്തിന്റെ വലിയ ലോകത്തേക്ക് ബ്ലസൻ തന്റെ ആദ്യ ചുവട് വെച്ചിരുന്നു.